ഹലോ. ആ അൻസാരി അല്ലേ? അതെ. ഹലോ അൻസാരി സൂരി. ഓക്കെ. എൻ്റെ പേര് ഷഹീദ്. ഞാൻ മാതൃഭൂമി ചാനലിലാണ് വിളിക്കുന്നത്. പറഞ്ഞേ. പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു ഒരു ഉമ്മ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ മൂപ്പര ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ? അതെ അതെ അതെ. അപ്പൊ അതിപ്പം ചിലൊരു വിവാദമായി അവരാ കുടുംബം, അവരെ കുടുംബത്തിന് വിളിക്കുന്ന ആളെ പേരെന്താ? ഷഹീദ്. ഷഹീദ്, ഞാനേ അവരുടെ മകളുണ്ട്, ജസ്റ്റുവിന്റെ ഇബ്രാഹിം. അവരുടെ മകളുടെ അവിടെ മകളുടെ പേര് ജിഫ്ന എന്ന് പറഞ്ഞ ജിഫ്ന ഇട്ട വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടിരുന്നോ? ഞാൻ കണ്ടു. അത് അതിനകത്ത് അവര് പറയുന്നത്, ഈ കുടുംബത്തെ അവര് പറയുന്നത് ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടിക്കപ്പെടുകയാണ്. ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിലും മറ്റേതെങ്കിലും പ്രകടനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത്. അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അവർക്കുണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് സാമൂഹ്യ വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു കാര്യം മാതൃഭൂമി ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതെ അതെ. ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇന്ന്? ആ വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം? എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ. അല്ല, അത് സമയം ഫിക്സ് ചെയ്യണം. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഈ ചർച്ചക്ക്? അല്ല, അതെന്താ അറിയോ, നമുക്ക് ഓരോ ചർച്ചകളും ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കലെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ വികാരങ്ങൾ നന്നായിട്ട് മനസ്സിലാകും. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അതൊന്ന് താറടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ. അതിനേക്കാൾ പ്രസക്തമായ ഒരു രാജ്യത്തിനും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകരന്മാർ ഇവിടെ പൊതുവെ മുസ്ലിങ്ങൾ മുഴുവനും ഭീകരവാദികളാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ എനിക്ക് ഒരു താല്പര്യമില്ല. മറ്റേ ചർച്ചയ്ക്ക് വിളിച്ചോളാം. ഈ ഭീകരന്മാരുടെ ചർച്ചയ്ക്ക് ഞാൻ നന്നായിട്ട് ഒന്ന് പറയാം.